ഹലോ! ഇന്ന് നമ്മുടെ ലോലൂസ് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനൊരു യാത്ര. എന്തായാലും നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് എത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇതേ സ്ഥലത്തേക്ക്, നമ്മുടെ വണ്ടൂരുള്ള ടൗൺ സ്ക്വയർ ഇല്ലേ, അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് അവൾക്ക് അവളെ അച്ഛനെ കാണാൻ ആഗ്രഹം തോന്നിയത്. അപ്പം നേരെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. മക്കളുടെ ആഗ്രഹമല്ലേ, നമ്മളായിട്ട് മുടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഇതേ നമ്മൾ ടൗൺ സ്ക്വയറിലെത്തി. ഇനിയിപ്പോൾ അവൾ കുറേ നേരം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയെ. അവൾ അച്ഛൻ വന്നപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കളി കഴിഞ്ഞ് വേഗം അത് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ അടുത്ത കളി വീണ്ടും തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു 7:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ് 8:30-ക്കാണ്. 7:30-ക്കും 8:30-ക്കും ഉണ്ട്. പക്ഷെ നമുക്ക് 8:30-യുടെ ബസ്സാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ലൈഫിൽ എന്തെന്നെ വന്നാലും നമ്മളെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുക. അപ്പം നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാം ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മൂപ്പരെന്താ ചെയ്യട്ടെ, നമ്മളെല്ലാം നേരിടാൻ തയ്യാറാണ്. നമ്മൾ സാഹിത്യമൊക്കെ പറയാറില്ലേ, ജീവിതം ഒരു പുഴ പോലെയാണെന്ന്, ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങണമെന്ന്. നമ്മളിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ആ ഒരു ഒഴുക്കിലൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉള്ള സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ അതിന് വഴിക്ക് അങ്ങനെ നീങ്ങിപ്പോയിക്കോളും. ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ പിന്നെ നേരെ ഒരു കടയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മന്തിയും അൽഫാമും ഒക്കെ കഴിച്ച് നേരെ ഒരു 8:30 മണിയുടെ ബസ്സിന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.